ഇലക്ട്രോണിക്സ് പാസീവ് കമ്പോണൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് കപ്പാസിറ്ററുകൾ. ഡിഫറൻറ്റ് സൈസിലും ഷേപ്പിലും റേഞ്ചിലും ഇപ്പോൾ കപ്പാസിറ്ററുകൾ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഫാരഡ് ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫാരഡ് എന്നത് വലിയ യൂണിറ്റ് ആയതുകൊണ്ട് മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ് എന്നീ റേഞ്ചുകളിലായിട്ടാണ് നമുക്ക് കപ്പാസിറ്ററുകൾ വിപണിയിൽ കിട്ടുന്നത്. ഏത് ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്തു നോക്കിയാലും അതിൽ കപ്പാസിറ്ററുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. DC സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുകയും AC സിഗ്നലിനെ കടത്തിവിടുകയും ചെയ്യുന്ന കമ്പോണൻ്റാണ് കപ്പാസിറ്റർ. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനും അത് വിട്ടുകൊടുക്കാനും കപ്പാസിറ്ററിന് കഴിവുണ്ട്. ഇത്തരം കപ്പാസിറ്ററുകളുടെ വാല്യൂ അളക്കാനുള്ള കപ്പാസിറ്റൻസ് മീറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ഈ കപ്പാസിറ്റൻസ് മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ആദ്യം RC ടൈം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിലെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ കൊടുത്ത വോൾട്ടേജിൻ്റെ 63.2% ആവാൻ എടുക്കുന്ന സമയമാണ് RC ടൈം കോൺസ്റ്റൻറ്റ്. RC ടൈം കോൺസ്റ്റൻറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് T = R/C ആണ്. ഇതിൽ ടൈമിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ അറിയാമെങ്കിൽ C = T/R എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ കാണിച്ച സർക്യൂട്ടിൻ്റെ സിമുലേഷനാണിത്. ഇതിലെ ആദ്യത്തെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ആകാൻ തുടങ്ങും. ഈ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്നത് 5 വോൾട്ടാണ്. അതിൻ്റെ 63.2% ആയ 3.16 വോൾട്ട് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് എത്താനുള്ള സമയമാണ് T, അതായത് ടൈം കോൺസ്റ്റൻറ്റ്. ഇതിൽ രണ്ടാമത്തെ സ്വിച്ച് അമർത്തുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. ഈ സർക്യൂട്ടിലെ ആദ്യത്തെ റെസിസ്റ്ററായ 10 കിലോ ഓംസിൻ്റെ ഒരറ്റം ടെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്ററിലും മറ്റേ അറ്റം ആർഡുനോ ബോർഡിലെ 13ാമത്തെ പിന്നിലേക്കുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആർഡുനോ ബോർഡിലെ 13ാമത്തെ പിന്നിൽ നിന്നും ഒരു ചാർജിംഗ് വോൾട്ടേജ് 10 കിലോ ഓം റെസിസ്റ്റർ വഴി കപ്പാസിറ്ററിലേക്ക് എത്തുന്നു. ആർഡുനോ ബോർഡിലെ അനലോഗ് 0 എന്ന പിന്ന് കപ്പാസിറ്ററും റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്ന ജംഗ്ഷനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റർ ചാർജ് ആകാൻ തുടങ്ങുമ്പോൾ അവിടെ വേരി ചെയ്യുന്ന വോൾട്ടേജ് അനലോഗ് പിന്ന് റീഡ് ചെയ്യുന്നു. അങ്ങനെ 5 വോൾട്ടിൻ്റെ 63.2% ആയ 3.16 വോൾട്ട് എത്തുമ്പോഴേക്കും ഈ ചാർജിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 മുതൽ 3.16 വോൾട്ട് എത്താനെടുത്ത സമയം ഈ ആർഡുനോ ബോർഡ് കാൽക്കുലേറ്റ് ചെയ്യും. റെസിസ്റ്ററിൻ്റെ വാല്യൂ പ്രോഗ്രാമിങ്ങിൽ തന്നെ മാനുവലായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ C = T/R എന്ന ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇങ്ങനെ കണ്ടുപിടിച്ച വാല്യൂ ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന LCD സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 220 ഓം റെസിസ്റ്റർ ഈ കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യുവാനാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചുകൊണ്ട് ബ്രെഡ് ബോർഡിൽ ഞാൻ എല്ലാ കണക്ഷനുകളും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന LCD ഡിസ്പ്ലേയുടെ കൂടെ തന്നെ ഒരു I2C മൊഡ്യൂളും കണക്ട് ചെയ്തിട്ടുണ്ട്. LCDയും ആർഡുനോയും തമ്മിലുള്ള കണക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇതുവഴി സാധിക്കും. ഈ ഒരു കപ്പാസിറ്റൻസ് മീറ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററുകൾ ഒന്നും കണക്ട് ചെയ്തിട്ടപ്പോൾ റാൻഡമായിട്ട് അവിടെ നിങ്ങൾക്ക് വാല്യൂസ് തെളിയുന്നതായിട്ട് കാണാം. ഇനി ഞാൻ 1 മൈക്രോ ഫാരഡിൻ്റെ നോൺ പോളാർ കപ്പാസിറ്ററാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഡിസ്പ്ലേയിൽ തെളിയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1.02 മൈക്രോ ഫാരഡ് എന്ന വാല്യൂവാണ് നമുക്കിപ്പോൾ ഡിസ്പ്ലേ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു
കപ്പാസിറ്റൻസ് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി 100 നാനോ ഫാരഡിൻ്റെ സെറാമിക് കപ്പാസിറ്റർ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നൂറ് നാനോ ഫാരഡിനെ അടുപ്പിച്ചിട്ടുള്ള വാല്യൂസ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇനി ഞാൻ മറ്റൊരു 100 നാനോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് കണക്ട് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് 78 നാനോ ഫാരഡാണ്. എല്ലാ കപ്പാസിറ്ററുകളുടെ വാല്യൂസ് ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ വലിയൊരു ടോളറൻസ് തന്നെ ഒരു കപ്പാസിറ്ററിന് ഉണ്ടായിരിക്കാം. പ്രോപ്പർ ചെക്കിംഗ് ഇല്ലാതെ ആ കപ്പാസിറ്റർ ഒരു സർക്യൂട്ട് ബോർഡിൽ ഉപയോഗിച്ചാൽ ആ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്കാവണമെന്നില്ല. ഇനി 10 മൈക്രോ ഫാരഡിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. ടോളറൻസ് കുറഞ്ഞ രീതിയിലുള്ള ഒരു വാല്യൂ ആണ് നമുക്കിപ്പോൾ ഡിസ്പ്ലേ ആയി കിട്ടുന്നത്. ഇതിലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടുന്തോറും മെഷറിംഗ് ടൈമും ഒരുപാട് കൂടും. നൂറ് മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ഉപയോഗിച്ചപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് മെഷർമെൻ്റ് എടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഫ്രണ്ട്സ്, വിചാരിച്ചതിലും വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഈ കപ്പാസിറ്റൻസ് മീറ്റർ വർക്കാവുന്നത്. കപ്പാസിറ്റൻസ് മീറ്റർ ഉണ്ടാക്കുന്ന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഇനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.